ദൈവത്തിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു വിശുദ്ധ ദിവസം ദൈവസഭയിൽ കടന്നു വന്ന് ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നമ്മുടെ ജീവിതത്തിൽ മാക്സിമം ദൈവം നൽകിയ അവസരങ്ങൾക്കായിട്ട് നന്ദിയോട് സ്വാഗതം ചെയ്യും. പുതിയൊരു മാസത്തിന്റെ ആദ്യ വിശുദ്ധ ദിവസം ദേവാലയത്തിൽ കടന്നു വന്ന് ദൈവത്തെ ആരാധിക്കുവാൻ, പ്രത്യേകിച്ചും ഈ രോഗം ഇനി നേരിടുന്ന കാലഘട്ടത്തിൽ ഭവനങ്ങളിൽ നിന്നാണ് നാം ദൈവത്തെ ആരാധിക്കുന്നത്. ദൈവത്തിന്റെ സാന്നിധ്യം ധാരാളമായി അനുഭവിക്കുവാനും നമ്മുടെ ദേവാലയത്തിൽ അതുപോലെ നമ്മുടെ ഭവനങ്ങൾ ദൈവത്തിന്റെ സാന്നിധ്യമായി തീരുവാൻ നമുക്ക് സാധിക്കും. ഈ ശുശ്രൂഷയെ സംബന്ധിക്കുന്ന എല്ലാവരെയും ദൈവനാമത്തെ ആഹ്ലാദമായി ഞാൻ സ്വാഗതം ചെയ്യുന്നു. പ്രാർത്ഥനയോടുകൂടി നമുക്ക് ആരാധന ആരംഭിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, ഒരു വിശുദ്ധ ദിവസം കൂടെ അവിടുന്ന് ഞങ്ങൾക്ക് ദാനമായി നൽകി ദൈവത്തിന്റെ കൃപ ധാരാളമായി കുറിച്ചുകൊണ്ട് അങ്ങേ ആരാധിപ്പാൻ, അങ്ങേ മഹത്വപ്പെടുത്തുവാൻ, അങ്ങേ ശ്രമിപ്പാൻ ഞങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കുന്ന ഭാഗ്യകരമായ അവസ്ഥയ്ക്കായി സ്തോത്രം. ഭവനങ്ങളിൽ നിന്ന് ദേവാലയത്തിൽ നിന്ന് ഞങ്ങൾ അങ്ങേ ആരാധിക്കുമ്പോൾ അവിടുത്തെ സാന്നിധ്യം, അവിടുത്തെ കൃപയെ ഞങ്ങളോട് കൂടെ ഇരുന്ന് ഞങ്ങളെ പരിപാലിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വിശുദ്ധ ആരാധനയിൽ അവിടുത്തെ ദൈവമായ സാന്നിധ്യം കൃപയെ കൂടിയിരുന്നു ഞങ്ങളെ വഴിനടത്തണമെന്ന് അപേക്ഷിക്കുന്നു. ആരാധനയെ പങ്കുകൊള്ളുന്ന എല്ലാവരോടും അനുഗ്രഹിക്കണമെന്ന് മശിഹായുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ഞാൻ കീർത്തനങ്ങളിൽ 24-ാമത്തെ കീർത്തനം പാടാം. കീർത്തനം 24.
ദൈവാത്മാവിനെ നമസ്കരിക്കുന്നവർ സത്യത്തിലാത്മാവിനെ നമസ്കരിക്കണം. നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്ന് കർത്താവായ യേശുക്രിസ്തുവിൽ നിങ്ങൾക്ക് വേണ്ടി സമാധാനം ഉണ്ടാകട്ടെ. ഇന്ന് ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കാം. കർത്താവേ, ഞങ്ങളുടെ അധരങ്ങളെ തുറക്കണമേ. പിതാവിനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. ക്രിസ്തുവിന്റെ സ്തുതി. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ആകാശവും ഭൂമിയുടെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മഹോന്നതനായ കർത്താവേ, നിനക്ക് മഹത്വം ഉണ്ടാകട്ടെ. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട വീണ്ടെടുപ്പുകാരനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന സ്തോത്രം കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഞങ്ങളുടെ ആരാധനയും സ്തോത്രവും നിരവധി അർപ്പിക്കുന്നതിനായി ഞങ്ങളുടെ സന്നിധിയിലേക്ക് വന്നിരിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങളെ പരമാർത്ഥമായി ചുമയുന്നതിനും മറ്റുള്ളവർക്ക് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് ഞങ്ങളെ സഹായിക്കണമേ. നിന്റെ പരിശുദ്ധവചനം ശ്രദ്ധയോടെ കേൾക്കുന്നതിനാൽ ഞങ്ങളുടെ സ്നേഹത്തിലെ ഒരുപത്തെ കൂടുതൽ യഥാർത്ഥമാവുകയും നിന്റെ ഫലങ്ങളെ ഞങ്ങളുടെ ജീവിതത്തിൽ തെളിയിച്ച് കാണിക്കുകയും ചെയ്യേണ്ടതിന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. പാപസ്വീകാരം. നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യം നമ്മില്ലാതെ ആയിരിക്കും. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് സകല നീതി പോക്കി നമ്മെ ശുദ്ധീകരിക്കാൻ തക്കവണ്ണം വിശ്വസ്തൻ തീരുമാനമാകുന്നു. ഞാൻ എഴുന്നേറ്റെടുത്തിട്ട് അവനോട്, അപ്പാ, ഞാൻ സ്വർഗ്ഗത്തോട് നിന്നോട് പാപം ചെയ്തിരിക്കുന്നു. ഇനി നിന്റെ മകൻ എന്ന പേര് ഞാൻ യോഗ്യനല്ല എന്ന് പറയും. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുന്നു. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതയിൽ സഹതാപം കാണിക്കാൻ കഴിയാത്തവനല്ല. പാപം വഴിയെ സർവ്വത്തിൽ നമുക്ക് പരീക്ഷിക്കപ്പെട്ടവരത്രേ നമുക്കുള്ളത്. നമുക്ക് മുൻകൂട്ടി മൗനമായി നമ്മുടെ ശോധന ചെയ്യാം. നമുക്ക് നമ്മുടെ പാപങ്ങളെ സർവശക്തനായ ദൈവത്തോട് വിനയമായി പറയാം. ഒന്നാമത്തെ പ്രാർത്ഥന പാപസ്വീകാര പ്രാർത്ഥന ഉപയോഗിക്കാം. സർവശക്തി ദൈവവചന ശുശ്രൂഷയ്ക്കായി എഴുന്നേറ്റ് നിൽക്കാം. കർത്താവിനെ സ്തുതിപ്പീൻ. 95-ാം സങ്കീർത്തനം നമുക്ക് വാക്യമായിട്ട് വായിക്കാം. വരുവിൻ, നാം യഹോവയെ ഉല്ലസിച്ച് ഘോഷിക്കാം. നമ്മുടെ രക്ഷയുടെ പാറയ്ക്കാർപ്പെടുകയാണ്. യഹോവ മഹാദൈവമല്ലോ, അവൻ സകല ദൈവങ്ങൾക്കും മീതെ മഹാരാജാവ് തന്നെ.
ആളുകൾ തന്നെ പിതാവിനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. ഇപ്പോൾ ഇന്നത്തേക്കുള്ള സങ്കീർത്തനം വായിക്കുന്നു. ഇരിക്കാം. ഇപ്പോൾ ഒന്നാം പാഠം വായിക്കുന്നു. കാലത്തേക്ക് അനുസരിച്ചിരിക്കുന്ന പഴയതിൽ നടത്തുവാൻ പുറപ്പാട് പുസ്തകം 18-ാം അധ്യായം 13-ാം വാക്യം മുതൽ 27-ാം വാക്യം വരെ. പുറപ്പാട് പുസ്തകം 18-ാം അധ്യായം 13-ാം വാക്യം മുതൽ 27-ാം വാക്യം വരെ എഴുതപ്പെട്ടിരിക്കുന്ന ദൈവവചനങ്ങളെ കുറിച്ച്. പിറ്റേന്നാൾ മോശ ജനത്തിന് ന്യായം ലഭിക്കാനിരുന്നു. ജനം രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ മോശയുടെ ചുറ്റും നിന്നു. അവൻ ജനത്തിന് വേണ്ടി ചെയ്യുന്നതൊക്കെ മോശയുടെ അമ്മായികൾ കണ്ടപ്പോൾ, നീ ജനത്തിന് വേണ്ടി ചെയ്യുന്ന ഈ കാര്യം എന്ത്? നീ ഏകനായി വിസ്തരിപ്പാനിരിക്കുകയും ജനമൊക്കെ രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ നിന്റെ ചുറ്റും നിൽക്കുകയും ചെയ്യുന്നത് എന്ത് എന്നവൻ ചോദിച്ചു. മോശ തന്റെ അമ്മായിയപ്പനോട്, ദൈവത്തോട് ചോദിപ്പാൻ ജനം എന്റെ അടുക്കൽ വരുന്നു. അവർക്കൊരു കാര്യം ഉണ്ടാകുമ്പോൾ അവർ എന്റെ അടുക്കൽ വരും. അവർക്ക് തമ്മിലുള്ള കാര്യം ഞാൻ കേട്ടു വിധിക്കുകയും ദൈവത്തിന്റെ കൽപ്പനകളും പ്രമാണങ്ങളും അവരെ അറിയിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞു. അതിന് മോശയുടെ അമ്മായിയപ്പനോട് പറഞ്ഞത്, നീ ചെയ്യുന്ന കാര്യങ്ങളല്ല, നീയും നിങ്ങളുടെ കൂടെയുള്ള ഈ ജനം ക്ഷീണിച്ചു പോകും. ഈ കാര്യം നിനക്ക് അതിൽ ഭാരമാകുന്നു. ഏകനായി പ്രവർത്തിപ്പാൻ നിനക്ക് കഴിയുന്നതല്ല. ആകെ നിന്റെ വാക്ക് കേൾക്കുക. ഞാനൊരു ആലോചന പറഞ്ഞു തരാം. ദൈവത്തിനോട് കൂടെ ഇരിക്കുന്ന ഈ ജനത്തിന് വേണ്ടി ദൈവസന്നിധിയിലിരിക്കാം. നീ കാര്യങ്ങളുടെ ദൈവസന്നിധിയിൽ കൊണ്ടുചെല്ലുക. അവർക്ക് കൽപ്പനകളും പ്രമാണങ്ങളും ഉപദേശിക്കുകയും നടക്കേണ്ടുന്ന വഴിയും ചെയ്യുന്ന പ്രവൃത്തിയും അവരെ അറിയിക്കുകയും ചെയ്യുക. അതല്ലാതെ ദൈവഭക്തന്മാരും സത്യവാന്മാരും ദുരാധീനം വെക്കുന്നവരുമായി പ്രാപ്തിയുള്ള പുരുഷന്മാരെ ജനത്തിൽ നിന്നും തിരഞ്ഞെടുത്ത് അവരെ 1000 പേർക്ക് അധിപതിമാരായും 100 പേർക്ക് അധിപതിമാരായും 50 പേർക്ക് അധിപതിമാരായും 10 പേർക്ക് അധിപതിമാരായും നിയമിക്കാം. അവരെല്ലാ സമയം ജനത്തിന് ന്യായം ലഭിക്കട്ടെ. വലിയ കാര്യമൊക്കെയും അവർ നിന്റെ അടുക്കൽ കൊണ്ടുവരട്ടെ. ചെറിയ കാര്യമൊക്കെയും അവർ തന്നെ തീർക്കട്ടെ. ഇങ്ങനെ അവർ നിങ്ങളോട് നിൽക്കുന്നതിനാൽ നിനക്ക് ഭാരം കുറയും. ഈ കാര്യം ചെയ്യുകയും ദൈവം അനുവദിക്കുകയും ചെയ്താൽ നിനക്ക് നിന്ന് തീർക്കാം. ഈ ജനത്തിനൊക്കെ സമാധാനത്തോടെ തങ്ങളുടെ സ്ഥലത്തേക്ക് പോകുകയുമാകാം. മോശന്റെ അമ്മായിയപ്പന്റെ വാക്ക് കേട്ട് അവർ പറഞ്ഞതുപോലൊക്കെയും ചെയ്തു. മോശ എല്ലാ ഇസ്രായേലിൽ നിന്നും പ്രാപ്തിയുള്ള പുരുഷന്മാരെ തിരഞ്ഞെടുത്ത് അവരെ 1000 പേർക്ക് അധിപതിമാരായും 100 പേർക്ക് അധിപതിമാരായും 50 പേർക്ക് അധിപതിമാരായും 10 പേർക്ക് അധിപതിമാരായും ജനത്തിന് തലവന്മാരാക്കി. അവരെല്ലാ സമയവും ജനത്തിന് ന്യായം വിധിച്ചുവെന്നും വിഷ്ണു
വിഷമമുള്ള കാര്യം അവർ മോശയുടെ അടുക്കൽ കൊണ്ടുവരും. ചെറിയ കാര്യങ്ങൾക്ക് അവർ തന്നെ നൽകും. അതിനുശേഷം മോശ തന്റെ അമ്മായി തന്നെ യാത്ര അയച്ചു അവൻ സ്വദേശത്തേക്ക് മടങ്ങിപ്പോയി. ഇങ്ങനെയുള്ള പഴയ പാഠം വായിച്ച് അവസാനിപ്പിക്കുന്നു. നമുക്കെല്ലാവർക്കും നിൽക്കവേ സക്കറിയാവിന്റെ പാഠവാക്യത്തെ വാക്യമായിട്ട് വായിക്കാം. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അനുഗ്രഹിക്കപ്പെട്ടവൻ അവൻ തന്റെ ജനത്തെ സന്ദർശിച്ച് ഉദ്ധാരണം ചെയ്യുകയും നമ്മുടെ ശത്രുക്കളുടെ വശത്തു നിന്ന് നമ്മെ ഭയക്കുന്നവരുടെ ഇടയിൽ നിന്ന് നമ്മെ രക്ഷിപ്പാൻ നമ്മുടെ പിതാക്കന്മാരോട് കരുണ പ്രവർത്തിക്കേണ്ടതിനും നാം ആയുഷ്കാലമൊക്കെയും ഭയം കൂടാവുന്നതിനും വിശുദ്ധിയിലും നീതിയിലും തന്നെ ആരാധിപ്പാൻ നമുക്ക് കൃപ നൽകുമെന്ന് നീയോ അത്യുന്നതന്റെ പ്രവാചകൻ എന്ന് വിളിക്കപ്പെടും കർത്താവിന്റെ വഴി ഒരുക്കുവാനും ഇരുളിലും മണ്ണിലിരിക്കുന്നവർക്ക് പ്രകാശിച്ച് നമ്മുടെ കാലുകളെ സമാധാന മാർഗത്തിൽ നടത്തേണ്ടതിന് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. ഇരിക്കാം. ഇപ്പോൾ രണ്ടാം പാഠം വായിക്കുന്നു. കാലത്തേക്കായി നിശ്ചയിച്ചിരിക്കുന്ന പുതിയ നിയമപാഠഭാഗം വിശുദ്ധാപ്പോസ്തലനായ പൗലോസ് എഴുതിയ ലേഖനം 8-ാം അധ്യായം 1-ാം വാക്യം മുതൽ 15-ാം വാക്യം വരെ എഴുതപ്പെട്ട ദൈവജനത്തിൽ 2 കൊരിന്ത്യർ 8-ാം അധ്യായം 1-ാം വാക്യം മുതൽ 15-ാം വാക്യം വരെ. സഹോദരന്മാരെ, മക്കെദോന്യ സഭകൾക്ക് ലഭിച്ച ദൈവകൃപ ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു. കഷ്ടത എന്ന കഠിന ശോധനയിൽ ആയിരുന്നിട്ടും അവരുടെ സന്തോഷ സമൃദ്ധിയും മഹാദാരിദ്ര്യവും ധാരാളം ഔദാര്യം കാണിക്കാൻ കാരണമായി തീർന്നു. വിശുദ്ധന്മാരുടെ സഹായത്തിനുള്ള ധർമ്മവും കൂട്ടായ്മയും സംബന്ധിച്ച് അവർ വളരെ താല്പര്യത്തോടെ ഞങ്ങളോട് അപേക്ഷിച്ചു. പ്രാപ്തി പോലെയും പ്രാപ്തിക്ക് മീതെയും സ്വമേധയായി കൊടുത്തു എന്നതിന് ഞാൻ സാക്ഷി. അതും ഞങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല. അവർ മുമ്പേ തങ്ങളെ തന്നെ കർത്താവിനും പിന്നെ ദൈവേഷ്ടത്തിന് ഒത്തവണ്ണം ഞങ്ങൾക്ക് ഏൽപ്പിച്ചു. അങ്ങനെ തീത്തോസ് ആരംഭിച്ചതുപോലെ നിങ്ങളുടെ ഇടയിൽ ഈ ധർമ്മശേഖരം നിവർത്തിക്കണം എന്ന് ഞങ്ങൾ അവനോട് അപേക്ഷിച്ചു. എന്നാൽ വിശ്വാസം, വചനം, പരിജ്ഞാനം, പൂർണ്ണ ജാഗ്രത, ഞങ്ങളോടുള്ള സ്നേഹം ഇങ്ങനെ എല്ലാറ്റിലും നിങ്ങൾ മുന്തിയിരിക്കുന്നത് പോലെ ഈ ധർമ്മകാര്യത്തിലും മുന്തി വരുവീൻ. ഞാൻ കൽപ്പനയായിട്ടല്ല, മറ്റുള്ളവരുടെ ജാഗ്രത കൊണ്ട് നിങ്ങളുടെ സ്നേഹത്തിന്റെ പരമാർത്ഥതയും ശോധന ചെയ്യേണ്ടതിനത്രേ പറയുന്നത്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു സമ്പന്നൻ ആയിരുന്നിട്ടും അവന്റെ ദാരിദ്ര്യത്തിൽ നിങ്ങൾ സമ്പന്നർ ആകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്ന കൃപ നിങ്ങൾ അറിയുന്നുവല്ലോ. ഞാൻ ഇതിൽ നിന്റെ അഭിപ്രായം പറഞ്ഞു വരുന്നു. ചെയ്യുവാൻ മാത്രമല്ല, താല്പര്യപ്പെടുവാനും കൂടെ 1 ആണ്ട് മുമ്പേ ആദ്യമായി ആരംഭിച്ച നിങ്ങൾക്ക് ഇത് യോഗ്യം. എന്നാൽ താല്പര്യപ്പെടുവാൻ മനസ്സൊരുക്കം ഉണ്ടായതുപോലെ നിങ്ങളുടെ പ്രാപ്തിക്ക് ഒത്തവണ്ണം നിവൃത്തി ഉണ്ടാകേണ്ടതിന് ഇപ്പോൾ പ്രവൃത്തിയും അനുഷ്ഠിക്കുകയും. ഒരുത്തിനും മനസ്സൊരുക്കം ഉണ്ടെങ്കിൽ പ്രാപ്തിയില്ലാത്തതുപോലെയല്ല, പ്രാപ്തി ഉള്ളതുപോലെ കൊടുത്താൽ അവന് ദൈവപ്രസാദം ലഭിക്കും. മറ്റുള്ളവർക്ക് സുഭിക്ഷവും നിങ്ങൾക്ക് ദുർഭിക്ഷവും വരണം എന്നല്ല, സമത്വം വേണം എന്നത്രേ. സമത്വം ഉണ്ടാവാൻ തക്കവണ്ണം അവരുടെ സുഭിക്ഷം നിങ്ങളുടെ ദുർഭിക്ഷത്തിന് ഉതകേണ്ടതിന് ഇക്കാലം നിങ്ങൾക്കുള്ള സുഭിക്ഷം അവരുടെ ദുർഭിക്ഷത്തിന് ഉതകട്ടെ. ഏറെ പെറുക്കിയവന് ഏറെയും കുറെ പെറുക്കിയവന് കുറവും കണ്ടില്ല എന്ന് എഴുതിയിരിക്കുന്നത് പോലെ തന്നെ. ഇങ്ങനെയുടെ പാഠഭാഗം അവസാനിക്കുന്നു. വിശുദ്ധ സുവിശേഷം മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 14-ാം വാക്യം മുതൽ 30-ാം വാക്യം എഴുതപ്പെട്ടിരിക്കുന്ന ഇവരുടെ
സുവിശേഷത്തിൽ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 14-ാം വാക്യം മുതൽ. ഒരു മനുഷ്യൻ പരദേശത്ത് പോകുമ്പോൾ ദാസന്മാരെ വിളിച്ച് തന്റെ സമ്പത്ത് അവരെ ഏൽപ്പിച്ചു. ഒരുവൻ 5 താലന്ത്, ഒരുവന് 2, ഒരുവന് 1, ഇങ്ങനെ ഓരോരുത്തരും അവനവന്റെ പ്രാപ്തി പോലെ കൊടുത്ത് യാത്ര പുറപ്പെട്ടു. 5 താലന്ത് ലഭിച്ചവർ ഉടനെ നിന്ന് വ്യാപാരം ചെയ്ത് വേറെ 5 താലന്ത് സമ്പാദിച്ചു. അങ്ങനെ തന്നെ 2 താലന്ത് ലഭിച്ചത് വേറെ 2 നേടി. 1 ലഭിച്ചവരോ പോയി നിലത്ത് ഒരു കുഴി കുഴിച്ച് യജമാനന്റെ ദ്രവ്യം മറിച്ചു വെച്ചു. വളരെ കാലമായതിനു ശേഷം ആ ദാസന്മാരുടെ യജമാനൻ വന്ന് അവരുമായി കണക്ക് തീർത്തു. 5 താലന്ത് ലഭിച്ചവൻ അടുക്കെ വന്ന് വേറെ 5 കൂടെ കൊണ്ടുവന്നു. യജമാനെ 5 താലന്തല്ലോ എന്നെ ഏൽപ്പിച്ചത്, ഞാൻ 5 താലന്തോടെ നേടിയിരിക്കുന്നെന്ന് പറഞ്ഞു. അതിന് യജമാനൻ, നല്ലവരും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികാരത്തിൽ വിചാരകനാകും, നിന്റെ യജമാന സന്തോഷത്തിലേക്ക് പ്രവേശിക്ക എന്ന് അവനോട് പറഞ്ഞു. 2 താലന്ത് ലഭിച്ചവൻ അടുക്ക വന്ന് യജമാനെ, 2 താലന്തല്ലോ എന്നെ ഏൽപ്പിച്ചത്, ഞാൻ 2 താലന്തോടെ നേടിയിരിക്കുന്നെന്ന് പറഞ്ഞു. അതിന് യജമാനൻ, നല്ലവരും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിൽ വിചാരകനാകും, നിന്റെ യജമാന സന്തോഷത്തിലേക്ക് പ്രവേശിക്കുക എന്ന് അവനോട് പറഞ്ഞു. 1 താലന്ത് ലഭിച്ചവൻ അടുക്ക വന്നു യജമാനെ, നീ വിതയ്ക്കാത്തിടത്തുനിന്ന് വീഴുകയും വിതറാത്തിടത്തുനിന്ന് ചേർക്കുകയും ചെയ്യുന്ന കഠിന മനുഷ്യനെന്ന് ഞാൻ അറിഞ്ഞു ഭയപ്പെട്ടു ചെന്ന് നിന്റെ താലന്ത് നിലത്ത് മറച്ചു വെച്ചു, നിന്റെ ഇതാ എടുത്തു കൊടുക്കാം എന്ന് പറഞ്ഞു. അതിന് യജമാനൻ പറഞ്ഞത്, ദുഷ്ടനും അടിയനുമായ ദാസനെ, ഞാൻ വിതയ്ക്കാത്തിടത്തുനിന്ന് വീഴുകയും വിതറാത്തിടത്തുനിന്ന് ചേർക്കുകയും ചെയ്യുന്നതെന്ന് നീ അറിഞ്ഞുവല്ലോ. നീ എന്റെ ദ്രവ്യം ഒരുപാടുകാരെ ഏൽപ്പിക്കേണ്ടിയിരുന്നു, എന്നാൽ ഞാൻ വന്ന് എന്റെ വലിച്ചോടുകൂടെ വാങ്ങിക്കൊള്ളുമായിരുന്നു. ആ താലന്ത് അവന്റെ പക്കലിനടുത്ത് 10 താലന്തുള്ളവന് കൊടുക്കും. അങ്ങനെ ഉള്ളവന് ഏവന് ലഭിക്കും, അവന് സമൃദ്ധി ഉണ്ടാകും, ഇല്ലാത്തവനോട് ഉള്ളതുകൂടെ എടുത്തു കളയും. എന്നാൽ കൊള്ളരുതാത്ത ദാസനെ ഏറ്റവും കൂടുതലേക്ക് തള്ളിക്കളവിൽ അവിടെ കാര്യത്തിൽ പല്ലുകടിയും ഉണ്ടാകും. ഇങ്ങനെ സുവിശേഷ പാഠഭാഗം കഴിഞ്ഞു. ഞാനിത് നിലവിൽ 223-ാം കീർത്തനമാണ്. കീർത്തനം 223. Amen.
സ്നേഹവാനായ സ്വർഗ്ഗസ്ഥനായ മനോഹരമായ ഒരു വിശുദ്ധ ദിവസത്തിലൂടെ കാണുവാൻ ഞങ്ങളുടെ ആയുസ്സിനെ ദീർഘമാക്കുകയും ഞങ്ങളുടെ ശരീരത്തിൽ ബലം പകരുകയും ചെയ്യുന്നു. ഈ പ്രതികൂലത്തിന്റെ നാളുകളിൽ ദൈവസാന്നിധ്യവും കാവലും ഞങ്ങളുടെ ജീവിതത്തിൽ അനുകൂലം അനുഭവിക്കുക അമ്പരാജനത്തിന്റെ തന്നതിന്റെ ഭാഗ്യത്തിനായി നന്ദിയോടെ സ്തോത്രം. പുതിയ മാസത്തിലേക്ക് ആദ്യ വിശുദ്ധ ദിവസവും ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ഇപ്രകാരം ഞങ്ങൾ അനുഭവിച്ച ചെറുതുമായ നന്മകളെയും ഓർക്കുവാൻ അങ്ങേക്ക് നന്ദി പറയുവാൻ തരുവാൻ ഞങ്ങളെ ഇടയാക്കുകയും വീഴ്ത്തുകയും ചെയ്യണമെന്ന് നമുക്ക് അപേക്ഷിക്കും. ഞങ്ങളുടെ മക്കളുള്ളതെല്ലാം അങ്ങയുടെ ദാനമാണെന്നും അതിൽ വേണ്ടതുപോലെ ദൈവത്തിനനുസരിച്ച് ഇടപെടാനുള്ള ഉത്തരവാദിത്വം ഞങ്ങൾക്കുണ്ടെന്ന് തിരിച്ചറിയണം. ഏൽപ്പിക്കപ്പെട്ടത് എന്നത്തെക്കാൾ ദൈവത്തെക്കാൾ ഉപരിയായി അതിന്റെ മഹത്വം തിരിച്ചറിഞ്ഞ് ജീവിക്കുവാനും പ്രവർത്തിക്കുവാൻ ഞങ്ങളെല്ലാവരെയും കൊണ്ടുവരുത്തണമെന്ന ലക്ഷ്യം. ഞങ്ങളുടെ വചനധ്യാനം അതിന് മുഖാന്തരമാക്കി തീർക്കണം. ഞങ്ങളെയും ഞങ്ങളുടെ ചുറ്റുപാടുകളെയും വീണ്ടും ഒരു പ്രാവശ്യം ഞങ്ങളുടെ സന്നിധിയിലെ നന്മയ്ക്കായി നിലകൊള്ളുവാണ് യേശുവിൻ നൽകുള്ള നാമത്തിൽ തന്നെ. ദൈവത്തിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു വിശുദ്ധ ദിവസം കൂടെ ഒന്നിച്ചായിരിക്കുവാനും ദേവാലയത്തിനും ഭവനത്തിനുമായി ആരാധനയുടെ ഭാഗമാകുന്ന എല്ലാവരെയും ഓർമ്മയുടെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നമ്മളുടെ ജീവിതത്തിൻ്റെ ക്രമീകരണങ്ങളെല്ലാം വീണ്ടും ദൈവമാഗ്രഹിക്കുന്ന പോലെ രൂപപ്പെടുവാൻ ദൈവസന്നിധിയിലായിരിക്കുവാൻ നമ്മയെല്ലാവരെയും കർത്താവിനെ ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ചില നാളുകൾക്ക് ശേഷം വീണ്ടും ആരാധനകൾ സജീവമാകുന്നത് ദൈവത്തിന് നമുക്ക് സ്തോത്രം ചെയ്യാം. ഈ നാളുകളിലൊക്കെ നാം ആയിരുന്നിടങ്ങളിൽ നമ്മുടെ ജോലികളിൽ ഭവനങ്ങളിൽ വഴി യാത്രകളിലെല്ലാം വ്യാപരിച്ച ദൈവത്തിൻ്റെ കൃപയും നന്മയും ഒക്കെ ശാന്തമായ കൂട്ടാൻ ചുറ്റുപാട് ഇപ്പോഴും അനുഭവിക്കുന്ന പ്രയാസത്തിൻ്റെയും പ്രതികൂലത്തിൻ്റെയും നാളുകളിൽ ദൈവകൃപ അനുഭവിക്കുവാൻ വിശ്വസ്തരായ ദൈവസന്നിധി സമൂഹത്തോടും ചുറ്റുപാടുകളോടുള്ള ബന്ധത്തിൽ ഇടപെടുവാൻ കർത്താവ് നമ്മളുടെയും ഇടയാക്കട്ടെ. അതിന് നമ്മളെ സഹായിക്കട്ടെ പ്രാർത്ഥിക്കുകയും ചെയ്യും. സഭയായി ചിന്തിക്കുന്ന വിഷയം കാര്യവിചാരകത്വം എന്നുള്ളത് എല്ലാ വർഷത്തെയും ജൂലൈ മാസത്തെ ആദ്യത്തെ ഞായറാഴ്ച സഭ ചിന്തിക്കുന്ന വിഷയം ഇത് തന്നെയാണ്. കാര്യവിചാരം. കാര്യസ്ഥൻ അല്ലെങ്കിൽ മേലധികാരി എന്ന് പറയുന്ന വാക്കുകൾ നമുക്ക് വളരെ പരിചിതമാണ്. തനിക്ക് നൽകപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ തന്നിലേക്ക് ആരെങ്കിലും ഏൽപ്പിച്ച വസ്തുവിനെയോ മറ്റു കാര്യാദികളെയോ കൃത്യതയോടെ വിലയിരുത്തുകയും അതിന്റെ വിനിമയം നടത്തുകയും കേടുപാടില്ലാതെ അത് മനോഹരമായി സൂക്ഷിക്കുകയും ചെയ്യുന്ന ആളെയാണ് കാര്യസ്ഥൻ എന്ന് പറയുന്നത്. ലോകപ്രകാരമുള്ള കാര്യസ്ഥൻ ഉണ്ടാകുന്നതിൽ നിന്ന് പുസ്തകം നമ്മെ അല്ലെങ്കിൽ ലക്ഷ്യകർത്താവ് പഠിപ്പിക്കുന്ന ചിന്തകൾ, ക്രിസ്തീയ കാര്യവിചാരത്തെ കുറിച്ച് കർത്താവ് പഠിപ്പിക്കുന്ന ചിന്തകൾ ഏറെ വ്യത്യസ്തമാണ് എന്ന് പുസ്തകം നമ്മെ ഓർമ്മിപ്പിക്കുന്നു.
പുസ്തകം വായിച്ച് ആരംഭിക്കുന്നത് തന്നെ ഉൽപ്പത്തി പുസ്തകത്തിൽ പാഴും ശൂന്യവുമായിരുന്നു, അല്ലെങ്കിൽ യാതൊരു ക്രമവും ഇല്ലാതിരുന്ന ഒരു ചുറ്റുപാടിനെ ഒരു ക്രമത്തിലേക്ക് എത്തിക്കുന്ന ദൈവിക ഇടപെടൽ പുസ്തകത്തിൽ വായിച്ചായിരുന്നു. അങ്ങനെ ഉളവാകുന്നതെല്ലാം നല്ലതാണെന്ന് ദൈവം സാക്ഷ്യപ്പെടുത്തും. അങ്ങനെ സാക്ഷ്യപ്പെടുത്തിയതിനു ശേഷം സ്വന്തം സ്വരൂപത്തിൽ സാദൃശ്യത്തിൽ മനുഷ്യനെ കൂടെ സൃഷ്ടിച്ചിട്ട് ഈ സകല സൃഷ്ടിയുടെയും നടുവിലേക്ക് അവനെ ആക്കി വെച്ചിട്ട് പറയുന്നത്, നീ ഇവിടെ ജീവിക്കണം, നീ ഇവിടെ വേല ചെയ്യണം, നീ ഇവിടെ അധ്വാനിക്കണം, ഒപ്പം നീ ഇതിനെ പരിപാലിക്കണം. കാര്യവിചാരകത്വം ഒരു മനുഷ്യനിലേക്ക് ഫലമേൽപ്പിക്കപ്പെടുന്നതിന്റെ തുടക്കം ഇവിടെ നിന്ന് തന്നെ നമ്മുടെ പുസ്തകത്തിൽ വായിച്ചറിയുക. അങ്ങനെയെങ്കിൽ നമ്മിലേക്ക് ഫലമേൽപ്പിക്കപ്പെടുന്നത് അല്ലെങ്കിൽ വിട്ടിരിക്കുന്നത് എത്രയോ വലിയ ഉത്തരവാദിത്വവും നിയോഗവുമാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടത് ഏറ്റവും ആവശ്യം. ഈ കാര്യവിചാരത്വത്തിന്റെ ഏറ്റവും കൃത്യമായ ഉദാഹരണം എന്ന് പറയുവാനായിട്ട് സാധിക്കുന്നത് മറ്റാരെയുമല്ല, യേശു കർത്താവിനെ തന്നെയാണ്. ആ ജീവിതവും ഇടപാടുകളും ഒക്കെയും കൃത്യമായി മനസ്സിലാക്കുമ്പോൾ നാം തിരിച്ചറിയുന്നത് ക്രിസ്തു എന്ന് പറയുന്നത് ഒരു നല്ല കാര്യവിചാരകനായി കണക്ക് ബോധിപ്പിക്കത്തക്ക വിധത്തിൽ ഉത്തരവാദിത്വത്തോടെ തന്നെ ഏൽപ്പിച്ച സകല ശുശ്രൂഷയും ഇടപാടുകളും നിർവഹിച്ച മനുഷ്യനായിരുന്നു യേശു ക്രിസ്തു എന്ന് നമുക്ക് പുസ്തകത്തിൽ കൂടെ മനസ്സിലാക്കുവാനായി സാധിക്കും. യേശു കർത്താവിന്റെ കാര്യവിചാരകത്വം എന്നത് ഒരു മോട്ടിവേഷൻ സ്പീക്കർക്കുള്ള ഒരു ടോപ്പിക്കോ പ്രസംഗത്തിനുള്ള വിഷയമോ ആയിരുന്നു, മറിച്ച് സ്വന്തം ജീവിതം കൊണ്ട് നമ്മളോട് കാണിച്ചു തന്നതാണ് എന്താണ് കാര്യവിചാരകത്വം. തന്നിൽ ഏൽപ്പിക്കപ്പെട്ട സമയവും സാധ്യതയും ആയുസിന്റെ ദൈർഘ്യവുമെല്ലാം മറ്റുള്ളവർക്ക് വേണ്ടി, മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി, വളർച്ചയ്ക്ക് വേണ്ടി സ്വന്തം കയ്യിലത് എനിക്ക് തന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് ഒതുക്കി വെക്കുന്നതിനേക്കാളും മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി ദരിദ്രനായിരുന്നിട്ട് കൂടെ ഇടപെടുകയും ഉപയോഗിക്കുകയും ചെയ്ത വ്യക്തിത്വമായാണ് യേശു കർത്താവിന്റെ പുസ്തകം നമ്മുടെ മുമ്പിലേക്ക് നൽകുന്നത്. അങ്ങനെയെങ്കിൽ ക്രിസ്തീയ കാര്യവിചാരകത്വം എന്ന് പറയുന്നത് ലോകത്തിന്റെ ചിന്തകളിൽ നിന്ന് നേരെ വ്യത്യസ്തമാണ്. ലോകം പഠിപ്പിക്കുന്നത് ഉള്ളതിൽ നിന്ന് ഏറെ ലാഭം, കൊള്ള ലാഭം ഉണ്ടാക്കുന്നത് എന്റെ കയ്യിലുള്ളത് മറ്റാർക്കും നഷ്ടപ്പെട്ടു പോകാതെ എന്നിലേക്ക് മാത്രം വീണ്ടും കുഞ്ഞുകൂടുന്ന അല്ലെങ്കിൽ വീണ്ടും ശേഖരിച്ചു വെക്കുന്ന ചിന്തകൾക്ക് പ്രാധാന്യം നൽകുന്നത്. അതിൽ നിന്ന് ഏറെ വ്യത്യസ്തമാണ് യേശു കർത്താവ് പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ വേദപുസ്തകം നമ്മിലേക്ക് നൽകുവാൻ ആഗ്രഹിക്കുന്ന കാര്യവിചാരകത്വം. ഒന്നുമില്ലാതെ ഇരുന്നിട്ട് മറ്റാരെങ്കിലും കുടിലിൽ പിറന്ന മനുഷ്യൻ തന്റെ പക്കൽ ഒന്നുമില്ല എന്നുള്ള പരിവേദനത്തിൽ ജീവിച്ചവൻ തന്നിലേക്ക് എന്ത് നൽകപ്പെട്ടോ അത് മുഴുവൻ ലോകത്തിനും ചുറ്റുപാടുകൾക്കും നന്മയ്ക്ക് വേണ്ടി പങ്കുവെച്ച ഒരു വലിയ ഉദാഹരണം ആവശ്യമാണ്. നമ്മുടെ രണ്ടാം ഭാഗമായി വായിച്ച 2 കൊരിന്ത്യർ 8-ാം അധ്യായം അതിന്റെ 1 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ പൗലോസ് വളരെ കൃത്യതയോടെ മനോഹരമായ രീതിയിൽ ഒരു വിവരണം നമ്മോട് പങ്കുവയ്ക്കുവാനായിട്ട് ശ്രമിക്കുന്നത്. എന്താണ് കാര്യവിചാരകത്വത്തിന്റെ പ്രത്യേകത, എങ്ങനെ ആയിരിക്കണം എന്നൊക്കെ പൗലോസ് തന്റെ മിഷണറി യാത്ര സ്ഥാപിച്ച മക്കതോന്യ സഭയെ ചൂണ്ടിക്കാണിച്ചിട്ട് നമ്മോട് പറയുവാനായിട്ട് ശ്രമിക്കുന്നു. കഷ്ടതയിലായിരിക്കുമ്പോഴും കൊടിയ ദാരിദ്ര്യത്തിന്റെ നടുവിലായിരിക്കുമ്പോഴും ആ സഭ പ്രകടിപ്പിച്ച ഒരു ഔദാര്യത്തിൽ പങ്കുവെക്കുവാനുള്ള വിശാലമായ മനസ്സിന്റെ ഉദാഹരണത്തെ നമ്മുടെ മുമ്പിലേക്ക് പൗലോസ് ചൂണ്ടിക്കാണിക്കുന്നു. കാര്യവിചാരത്തിൽ നാം തിരിച്ചറിയേണ്ടത് അർത്ഥപൂർണമായ പങ്കിടിയുടെ ഫലമുണ്ട് എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുവാനായി ശ്രമിക്കും. ഈ കാലം കൂട്ടിവെക്കുവാനും സ്വരൂപിക്കുവാനും തനിക്ക് തന്നെ നിക്ഷേപിക്കുവാനും സ്വയത്തെ പരിവപ്പെടുത്തുവാനും പരിപോഷിപ്പിക്കുവാനും ഒക്കെയായി ഈ കാലം നമ്മെ എല്ലാവരെയും പഠിപ്പിക്കുമ്പോഴും ചുറ്റുപാടുകൾ അങ്ങനെ വളരുമ്പോഴും പൗലോസ് പറയുന്നത് ദാരിദ്ര്യത്തിൽ ഇരിക്കുമ്പോഴും തങ്ങളുടെ കൈവശം അന്നേരം എന്തുണ്ടോ അത് മറ്റൊരുവന്റെ നന്മയ്ക്ക് വേണ്ടി പങ്കുവെച്ച സഭയാണ് പൗലോസ് നമ്മുടെ മുമ്പിലേക്ക് പറയുന്നത്. ഏറ്റവും അതിന് കൃത്യമായി നാം ഒരു വാക്യം വായിക്കുന്നു. 9-ാമത്തെ വാക്യം നമ്മളോട് പറയുന്നു, ക്രിസ്തു സമ്പന്നനാണ്, പക്ഷെ അവൻ ദരിദ്രനാണ്. എന്തിനു വേണ്ടി ചോദിച്ചാൽ ഞാനും നിങ്ങളും സമ്പന്നനാകേണ്ടതിന് തന്റെ കൈവശമുള്ള സകല സമ്പന്നതകളും വിടുന്നിട്ട് ഇവിടെ ദരിദ്രനായി ജീവിച്ചു. അതെനിക്ക് ഓർക്കുക, കാര്യവിചാരകത്വം നമ്മെ പഠിപ്പിക്കുന്നത് ഓർമ്മിപ്പിക്കുവാനായി ശ്രമിക്കുന്നു. കൈവശമുള്ളത് മുറുകെ പിടിച്ച് ഇഹലോകത്തിലെ സമ്പന്നൻ എന്ന ലേബലിൽ പ്രൗഢിയോടെ ജീവിക്കുവാനുള്ള വ്യഗ്രതകളിൽ നിന്ന് മാറി സഞ്ചരിക്കുവാനുള്ള ഓർമ്മപ്പെടുത്തലാണ്
ക്രൈസ്തവ അല്ലെങ്കിൽ ക്രിസ്തീയ കാര്യവിചാരത്വം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അങ്ങനെ ആയിരിക്കുവാനാണ് ക്രിസ്തു ശ്രമിച്ചിരുന്നതെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഇപ്പോഴും എല്ലാ തരത്തിലും ദാരിദ്ര്യമുണ്ട്. ആത്മീകമായും ഭൗതികമായും ജീവിതത്തിന്റെ സകല മേഖലകളിൽ നമ്മളും ദാരിദ്ര്യത്തിലേക്ക്. എന്നാൽ ക്രിസ്തു സമ്പന്നനായിരിക്കുമ്പോൾ തന്നെ അതെല്ലാം വിട്ടുകളഞ്ഞ് ദരിദ്രനായി ഈ ഭൂമിയിൽ ജീവിക്കുവാൻ തീരുമാനിച്ചതുകൊണ്ടാണ് നമ്മൾ സമ്പന്നരാണ്. അങ്ങനെയെങ്കിൽ നമ്മൾ സമ്പന്നരാകുന്നത് നമ്മളുടെ സമ്പന്നതകൾ നമ്മളുടെ കൈവശം ഒരുക്കി വെക്കുവാൻ യാതൊരു അവകാശവും അധികാരവും നമ്മിലേക്ക് ഇല്ല എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാക്കേണ്ടതും ഏറെ ആവശ്യമാണ് എന്ന് തിരിച്ചറിവ്. നാം വായിച്ച പാഠഭാഗങ്ങളെല്ലാം വ്യത്യസ്ത തലങ്ങളിൽ ക്രിസ്തീയ കാര്യവിചാരങ്ങളെ കുറിച്ച് നമ്മോട് പറയുവാനായിട്ട് ശ്രമിക്കുന്നു. ഒന്നാം പാഠമായി നാം വായിച്ചത് പുറപ്പാട് പുസ്തകം അതിന്റെ 18-ാം അധ്യായം 13 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ. മോശ ഇസ്രായേൽ ജനത്തിന് അവരുടെ ജീവിത ആവശ്യങ്ങളിൽ ഉപദേശം തേടി എത്തുന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയുന്ന സംഭവമാണ്. ന്യായപ്രമാണം അല്ലെങ്കിൽ അത് വ്യാഖ്യാനിക്കുകയും അവരുടെ ആവശ്യങ്ങൾ ഇടപെടുകയും ചെയ്യുന്ന അനുഭവം നമ്മൾ പറയുന്നു. അതിന്റെ നടുവിൽ ആ സാഹചര്യം കണ്ടിട്ട് മോശയുടെ അമ്മായിയപ്പൻ മോശയോട് ചോദിക്കുന്നത്, നീ പറയുന്ന ഒരു കാര്യം, നീ ചെയ്യുന്നത് ശരിയല്ല. ഈ എല്ലാ ഉത്തരവാദിത്വവും എല്ലാ ബാധ്യതയും കൂടെ നീ ഏൽക്കുകയും ഈ ജനത്തെ കൂടെ കഷ്ടത്തിലാക്കുന്നത് സമമായ കാര്യങ്ങൾ ചെയ്യുന്നത് ശരിയല്ല. അതുകൊണ്ട് നീ നിന്റെ ഉത്തരവാദിത്വം വിഭാഗിച്ചു. അല്ലെങ്കിൽ ഓർക്ക് കാര്യവിചാരത്തിൽ കൂടെ നമ്മോട് പറയുവാനായി ശ്രമിക്കുന്നത് ദൈവിക നീതിയിൽ അധിഷ്ഠിതമായ പങ്കുവയ്ക്കലാണ്. ക്രിസ്തീയ കാര്യവിചാരം ദൈവിക നീതിയിൽ അധിഷ്ഠിതമായ പങ്കുവയ്ക്കലാണ് ക്രിസ്തീയ കാര്യവിചാരത്തിൽ നമ്മെ ഓർമ്മിപ്പിക്കുവാനായി ശ്രമിക്കും. മോശ തന്റെ കയ്യിൽ ലഭിച്ചിരിക്കുന്ന സാധ്യതകൾ തന്റെ മുൻപിലുള്ള ജനത്തെ തനിക്ക് മുൻപിൽ തന്നെ നിർത്തുവാനായിട്ട് ആഗ്രഹിക്കുകയും ചെയ്യുമ്പോൾ അതിൽ സംഭവിക്കുന്ന ഒരു കഷ്ടതയുടെ, അതിൽ സംഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടിന്റെ തലം തിരിച്ചറിഞ്ഞിട്ട് അമ്മായിയപ്പൻ മോശയോട് പറയുന്നത്, നീ നിന്റെ ഉത്തരവാദിത്വത്തെ വിഭാഗിക്കും. പ്രാപ്തിയും കഴിവുമുള്ള ആൾ നീ മാത്രമല്ല, നിന്നെ പോലെ തന്നെ ദൈവഭക്തിയും നിന്നെ പോലെ തന്നെ ദൈവത്തോട് വിധേയത്വവും അനുസരണമുള്ള മറ്റു പലരും നിന്റെ കൂട്ടത്തിൽ ഉണ്ട്. അവരെ കണ്ടെത്തി നിന്റെ ഉത്തരവാദിത്വം അവരിലേക്ക് കൂടെ പകർന്നു കൊടുക്കുക. അവരെ കൊണ്ട് സാധ്യമാകാതെ വരുന്നതിൽ മാത്രം നിന്റെ ഇടപെടൽ പരിമിതപ്പെടണം എന്ന് മോശയോട് അമ്മായിയപ്പൻ ഓർമ്മിക്കുന്നു. അങ്ങനെയെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ ക്രിസ്തീയ കാര്യവിചാരത്വം പറയുന്നത് പങ്കുവയ്ക്കുന്നു. എന്റെ ഉത്തരവാദിത്തങ്ങൾ എന്ന് പറയുന്നത് എന്നിലേക്ക് മാത്രമായി എന്റെ സാധ്യതയും എന്റെ അധികാരവും എന്റെ സ്വാധീനങ്ങളും എന്നിലേക്ക് മാത്രമായി പരിമിതപ്പെടുത്തി വെക്കുന്നതല്ല ക്രൈസ്തവ കാര്യവിചാരം. മറിച്ച് തുല്യ പങ്കാളിത്തം നൽകുവാൻ കഴിവുള്ള ശേഷിയുള്ള മറ്റുള്ളവരെ കണ്ടെത്തുവാൻ അവരെ വളർത്തുവാനുള്ള സാധ്യതയുടെ തിരിച്ചറിയേണ്ടത് വ്യക്തിപരമായ അതിനേക്കാൾ ഉപരിയായി ഒരു സഭയുടെ വലിയ ഉത്തരവാദിത്വമാണ് എന്ന് കൂടെ നാം തിരിച്ചറിയുന്നത്. സഭയുടെ നിലനിൽപ്പും സഭയുടെ മുമ്പോട്ടുള്ള യാത്രയിലും നാം തിരിച്ചറിയേണ്ടത് അടുത്ത തലമുറയുടെ ശേഷിയെ തിരിച്ചറിയുവാൻ, അതിനെ വളർത്തുവാൻ, അതിനെ പരിപോഷിപ്പിക്കുവാനുള്ള ഉത്തരവാദിത്വവും ഒരു സഭയിലുണ്ട് എന്ന് തിരിച്ചറിയുക. അതും ഒരു ക്രൈസ്തവ കാര്യവിചാരത്തിന്റെ തലമാണ്. ആ ഉത്തരവാദിത്വവും ആ ബാധ്യതയും തലമുറകളുടെ ശേഷിയും തിരിച്ചറിയുവാൻ നമുക്ക് കഴിയാതെ പോകുന്നെങ്കിൽ നമ്മളുടെ കാര്യവിചാരത്തിൽ സഭ പരാജയപ്പെടുന്നു എന്നതിൽ തർക്കമില്ല. അതുകൊണ്ട് മോശയുടെ ഭാഗം പുറപ്പാട് പുസ്തകം നമ്മെ ഓർമ്മിപ്പിക്കുവാനായി ശ്രമിക്കുന്നത് ക്രിസ്തീയ കാര്യവിചാരത്തിൽ എന്ന് പറയുന്നത് എന്നിൽ നിന്ന് നിശ്ചിതമായിരിക്കുന്ന ഉത്തരവാദിത്വത്തിന്റെ അർത്ഥപൂർണമായ ദൈവിക നീതിയോട് ചേർന്നുള്ള പങ്കുവിലാണ് നമ്മെ ഓർമ്മിപ്പിക്കുവാനായി ശ്രമിക്കുന്നത്. മൂന്നാമതായി നാം വായിച്ച സുവിശേഷ വേദഭാഗത്തിലേക്ക് വരുമ്പോൾ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം അതിന്റെ 14 മുതൽ 30 വരെയുള്ള വേദഭാഗത്ത് വളരെ പരിചിതമായ ഒരു സംഭവം വായിക്കുന്നു. ഒരു യജമാൻ യാത്രയ്ക്ക് വരുമ്പോൾ തന്റെ 3 ദാസന്മാരെ വിളിച്ചു ചേർത്തിട്ട് അവർ 3 പേർക്കും താഴ്ന്നുകൾ നൽകും. അവിടെ ഒരു കാര്യം വളരെ ശ്രദ്ധേയമാണ്. അവർ 3 പേർക്കും നൽകുന്നത് ഒരേ നിലയിലുള്ള താഴ്ന്നുകളല്ല, 3 പേർക്കും വ്യത്യസ്ത രീതിയിലാണ്. ഒരു കാര്യം പറയുന്നത് പ്രാപ്തി പോലെ അവർക്ക് നൽകി എന്ന് പറയും. ഈ കാലം എന്ന് പറയുന്നത് വല്ലാത്ത സങ്കടങ്ങളുടെയും ഇല്ലായ്മകളെ കുറിച്ച് എപ്പോഴും സങ്കടം പറയുന്ന ലോകത്താണ്. ഉള്ളവരെ കുറിച്ച് എപ്പോഴെങ്കിലും ആരെങ്കിലും അഭിമാനത്തോടെ പറയുന്നത് വളരെ വിരളമായി മാത്രമാണ് നമ്മൾ കേൾക്കാറ്. പക്ഷെ എനിക്ക് അതില്ല എന്ന് പറയുന്നതിലാണ് നമ്മൾ എല്ലാവരും തിരിച്ചറിയുന്ന ഒറ്റ വസ്തുത മാത്രമേ ഉള്ളൂ. ദൈവം നമ്മെ എന്തേൽപ്പിക്കുന്നുവോ, ദൈവം നമ്മുടെ കൈകളിലേക്ക് എന്ത് പകരുന്നു, അത് സമ്പത്താണെങ്കിലും സമയമാണെങ്കിലും
സാധ്യതയാണെങ്കിലും വിദ്യാഭ്യാസമാണെങ്കിലും ജീവിതത്തിൻ്റെതായ എന്ത് തരം തന്നെയാണെങ്കിലും നമ്മളിലേക്ക് തന്നത് ചെറുതായിരുന്നു എന്നുള്ള പരാതി നമുക്കുണ്ടെങ്കിൽ തിരിച്ചറിയേണ്ടത് ഇത്ര മാത്രമാണ്. എന്റെ പ്രാപ്തി ഇത്ര മാത്രമാണ്. ആ പ്രാപ്തിക്ക് അടിസ്ഥാനമായത്, ആ പ്രാപ്തിക്ക് യോഗ്യമായത് തന്നെയാണ് ദൈവം എന്നിലേക്ക് തന്നത് എന്ന് തിരിച്ചറിയുവാൻ നമുക്ക് കഴിയുന്ന ഇടം ക്രൈസ്തവ കാര്യവിചാരകത്തിലെ അല്ലെങ്കിൽ കഴിയേണ്ട ഇടം. അങ്ങനെ നമ്മിലേക്ക് നൽകപ്പെടുന്നത് എന്റെ പ്രാപ്തിയാണെന്ന് തിരിച്ചറിയുന്നത് അതിനോട് വിശ്വസ്തയോടെ പ്രതികരിക്കുകയും ഇടപെടുകയും ചെയ്യേണ്ടതിന്റെ ആവശ്യമാണ്. ക്രിസ്തീയ കാര്യവിചാരകത്വം നമ്മെ ഓർമ്മ നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ അത് അപ്പൻ എന്ന നിലയിൽ, അമ്മ എന്ന നിലയിൽ, ഭാര്യ എന്ന നിലയിൽ, ഭർത്താവ് എന്ന നിലയിൽ, മക്കൾ എന്ന നിലയിൽ, സഭയോടുള്ള ബന്ധത്തിൽ, സഭയുടെ ശുശ്രൂഷകളോടുള്ള ബന്ധത്തിൽ, സമൂഹത്തോടുള്ള ബന്ധത്തിൽ, ജോലിയോടുള്ള ബന്ധത്തിൽ നാം പുലർത്തേണ്ട വിശ്വസ്തതയുടെയും മാന്യതയുടെയും തരം ക്രിസ്തീയ കാര്യവിചാരകത്വം നമ്മെ വളരെ കൃത്യതയോടെ ഓർമ്മിക്കും. യജമാനെ ഏൽപ്പിച്ചിട്ട് പോയത് രണ്ടുപേർ ഉപയോഗിച്ച തലവും മൂന്നാമൻ ഉപയോഗിച്ച തലവും നാം സുവിശേഷത്തിലൂടെ വാങ്ങുകയും മനസ്സിലാക്കുകയും ചെയ്യും. രണ്ടുപേർ കൃത്യതയോടെ തങ്ങൾക്ക് ലഭിച്ചതിനെ ഉപയോഗിക്കുവാനും തങ്ങൾക്ക് ലഭിച്ചതിനെ വിനിമയം ചെയ്തിട്ട് തിരികെ വിശ്വസ്തയോടെ യജമാനൻ വരുമ്പോൾ, ആത്മാഭിമാനത്തോടെ യജമാനന്റെ കൈകളിലേക്ക് തിരികെ ഏൽപ്പിക്കുമ്പോൾ യജമാനൻ അവരെ വിളിക്കുന്നത് നന്നും നല്ലവനും വിശ്വസ്തനുമായ ദാസനല്ല. എന്നാൽ മൂന്നാമനും തനിക്ക് ലഭിച്ചത് കുറഞ്ഞുപോയെന്ന പരിഭ്രമത്തോടെ യജമാനെ വെല്ലുവിളിച്ച് അത് തന്റേതായ രീതിയിൽ ദുരുപയോഗം ചെയ്ത മനുഷ്യനായിരുന്നു. അവനെ ഒരിക്കലും യജമാനൻ വിശേഷിപ്പിക്കുന്നത് കൊള്ളരുതാത്തവരായ മനുഷ്യൻ. അതുകൊണ്ട് ഓർക്കുക, ഈ ലോകത്തിന്റെ ചുറ്റുപാടുകളിൽ നമ്മുടെ കയ്യിൽ എന്ത് തന്നെ ലഭിച്ചിരുന്നാലും അതിൽ നാം പുലർത്തേണ്ട വിശ്വസ്തതയെ കാര്യവിചാരകത്വം നമ്മുടെ പറയുവാനായിട്ട് ശ്രമിക്കും. പലപ്പോഴും നാം ഓർക്കുന്നത് സമ്പത്തിനെ കുറിച്ചുമാണ്, കയ്യിലുള്ള പണം മാത്രമാണ് കണക്ക് ബോധിപ്പിക്കേണ്ടത് എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കുകയാണ്. എന്നാൽ ഓർക്കുക, പണം മാത്രമാണ് ദിവസം നമ്മെ ഓർപ്പിക്കുന്ന ലഭ്യമായ ആയുസിന്റെ ദൈർഘ്യവും സമയത്തിന്റെ ക്രമീകരണവും ആരോഗ്യത്തിന്റെ പങ്കും കയ്യിലുള്ള സകലത്തിന്റെയും പങ്കും നാം ദൈവസന്നിധിയിൽ കണക്ക് ബോധിപ്പിക്കേണ്ടിയിരുന്നത് നമ്മെ കൃത്യതയോടെ ഓർമ്മിക്കും. അതുകൊണ്ടാണ് ഒടുവിലായി പൗലോസ് പറയാനായിട്ട് ശ്രമിക്കുന്നത്, ഇവിടെ ഇരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാണെങ്കിൽ തീയതാണ് അതിന് തക്കവണ്ണം മാത്രമാണ് ഒടുവിൽ നമ്മൾ ന്യായാസനത്തിൽ നിൽക്കും. അവിടെ ചെന്നിട്ട് ഈ ലോകക്രമത്തിൽ നമ്മൾ ഉപയോഗിച്ച സ്വാധീനത്തിന്റെയും ഈ ലോകത്തിൽ നാം ഉപയോഗിച്ച അധികാരത്തിന്റെ പിൻബലത്തോ അല്ലെങ്കിൽ നമ്മുടെ മറ്റേതെങ്കിലും ശക്തി ഉപയോഗിച്ച് നമുക്ക് രക്ഷപ്പെടാൻ കടന്നുകൂടാമെന്നൊരു ചിന്തയുണ്ടെങ്കിൽ ഓർക്കുക, ഇവിടെ അവിശ്വസ്തനായി നമ്മളെ എങ്ങനെയാണ് നിശ്ചയമായും കടന്നു പോകുമ്പോൾ അവിടെയും ന്യായാസനത്തിന്റെ മുമ്പിലും നമ്മൾ അവിശ്വസ്തയും തന്നെയാണ്. ഇവിടെ ഏൽപ്പിച്ച കാലങ്ങളിൽ, ഏൽപ്പിച്ച സമയത്തിൽ, ഏൽപ്പിച്ച ബന്ധങ്ങളുടെ നടുവിൽ മാന്യത കേട് നാം പുലർത്തി നമ്മൾ മാന്യതയില്ലാത്തവരായി തന്നെ അവിടെയും എന്നത്. ഇതിൽ നിന്ന് ഒട്ടും വ്യത്യസ്തമായ ഒരു അനുഭവവും നമുക്ക് ന്യായാസനത്തിന് മുമ്പിൽ ലഭിക്കുന്നില്ല. ഒടുവിൽ ആ സുവിശേഷം അവസാനിക്കുമ്പോൾ പറയുന്നു, അവിടെ കരച്ചിലും പല്ലുവെക്കുകയും ഉണ്ടാകും. ഏറിയ നാം ആയുസിന്റെ പങ്കിൽ ക്രൈസ്തവരായി ജീവിച്ചിട്ട്, ക്രിസ്ത്യാനിയായി ജീവിച്ചിട്ട് ഒടുവിൽ കരച്ചിലിന്റെയും പല്ലുകളിന്റെയും നടുവിലേക്ക് അവിശ്വസ്ത ദാസനായും നന്ദികെട്ട ദാസനായും മാന്യതയില്ലാത്ത ദാസനായും തീർന്നിട്ട് പോയി നമ്മൾ വീട് കൊടുക്കുന്നതിനേക്കാൾ നല്ലത് ആയുസിന്റെ നടുവിൽ ലഭ്യമായ കാലം അത് 2, 3, 5, 10, 1 വലുപ്പത്തെക്കാളും എണ്ണത്തെക്കാളും ഉപരിയാണ് എന്റെ കൈവശത്തിൽ പകരപ്പെട്ടത് എനിക്ക് വഹിക്കാനും എനിക്ക് സഹിക്കാനും കഴിയുന്നത് മാത്രമാണെന്ന് തിരിച്ചറിഞ്ഞ് അതിനോട് വിശ്വസ്തമായി ഇടപെടുവാൻ നമുക്ക് കഴിയുമ്പോഴാണ് ജീവിതം തെളിവുള്ളതും മറ്റുള്ളവർ ഒരു കാലത്ത് മറക്കാത്തതുമായിരുന്നു. അതുകൊണ്ടാണ് മദർ തെരേസയുടെ ജീവിതത്തെ കാലം എത്ര കഴിഞ്ഞിട്ടും നമ്മൾ ഇപ്പോഴും ഓർക്കും. തന്നിലേക്ക് പകരപ്പെട്ട ജീവിതത്തിന്റെ നിയോഗത്തെ കൃത്യതയോടെ തിരിച്ചറിഞ്ഞ വ്യക്തിത്വമായി മദർ തെരേസ. അതുകൊണ്ട് മരണത്തിന് ശേഷവും ആ സ്ത്രീയെ സഭ ജാതിമത ഭേദത്തിന്റെ ആ പേരിപ്പോഴും സമൂഹത്തിൽ നാം ഉരുവിടുന്നുണ്ട്. ദയാഭായി എന്ന് പറയുന്ന ഒരു സ്ത്രീയെ ഇപ്പോഴും സമൂഹം അംഗീകരിക്കുന്നതും ആദരിക്കുന്നതും ജീവിതത്തിന്റെ നടുവിൽ അവർ സ്വീകരിച്ച ഒരു നിലപാടും തന്നിലേക്ക് ഏൽപ്പിച്ച താരതമ്യം അവർ ഇപ്പോഴും പുലർത്തുന്നു. പ്രതികൂലമായ സകല സാഹചര്യങ്ങളുടെ നടുവിലും ആ വലിയ വ്യക്തിത്വം പുലർത്തിയ അപരിമേയമായ വിശ്വസ്തത എന്നതുകൊണ്ട് മാത്രമാണ് ദയാഭായി ഇന്ന് നമ്മുടെ മുമ്പിൽ ഒരു വലിയ രൂപമായി തിരിച്ചറിയില്ല. ലഭ്യമായതിന്റെ വലുപ്പമല്ല, എണ്ണമല്ല,
എത്ര നാൾ ജീവിച്ചു എന്നതിനേക്കാൾ ഉപരിയാണ് ആയുസ് ജീവിച്ചത് എങ്ങനെ എന്നതിനാണ് പ്രസക്തി തിരിച്ചത്. അത് തിരിച്ചറിയുമ്പോൾ നമ്മളുടെ ഉത്തരവാദിത്വം വർദ്ധിക്കും. ആ ഉത്തരവാദിത്വം വർദ്ധിക്കുമ്പോൾ നിശ്ചയമായി നമ്മുടെ കാര്യവിചാരത്വത്തോടുള്ള നമ്മുടെ മനോഭാവവും ചിന്തകളും ഒക്കെ സ്വാഭാവികമായി മാറുകയും സമ്പന്നനായിരുന്ന ക്രിസ്തു ദരിദ്രനായിരുന്നത് എനിക്ക് വേണ്ടിയാണെന്നുള്ള ബോധ്യം നമ്മൾ രൂപപ്പെടുകയും ചെയ്യും. ആ ബോധ്യം രൂപപ്പെടുന്ന ഫലമാണ് നമ്മുടെ വിശ്വാസത്തെ കുറച്ചുകൂടെ കരുതുകയും കാര്യവിചാരത്തിലുള്ള നമ്മുടെ കാഴ്ചപ്പാടുകളെ കുറച്ചുകൂടെ വിശാലമാക്കുന്നത്. തിരിച്ചറിയില്ല, നമ്മുടെ കാര്യവിചാരം എന്ന് പറയുന്നത് എന്നിൽ നിഷിദ്ധമായിരിക്കും, എന്നിലേക്ക് മാത്രം വിജയപ്പെടുത്താനാണ്. അത് ശേഷിയുള്ള തലമുറകളെ കണ്ടെത്തുവാനും വളർത്തുവാനുമുള്ള ഉത്തരവാദിത്വമാണ്. എന്നിലേക്ക് പകരപ്പെടുന്ന കാര്യവിചാരത്തിന്റെ സാധ്യത എന്ന് പറയുന്നത് എന്റെ ജീവിതത്തിന്റെ സാധ്യതകളെ എനിക്ക് ലഭ്യമാകുന്നതിനോ സങ്കടം പറയുവാനാണ്. മറിച്ച് ലഭ്യമായത് എന്തു തന്നെയായിരുന്നാലും അതിനെ വിശ്വസ്തയോടെ മാന്യമായി ഉപയോഗിക്കുവാനുമാണ് തിരിച്ചത്. ജീവിക്കുവാനും ഇടപെടുവാനും ദൈവം നമ്മെ ഇനിയുള്ള കാലം സഹായിക്കട്ടെ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഇടയാക്കുവാനാകട്ടെ. നമുക്കെല്ലാവർക്കും നമ്മുടെ വിശ്വാസത്തിന്റെ സന്നിധിയിലെ അപ്പോസ്തല വിശ്വാസ പ്രമാണത്തിന്റെ വാക്കിലേക്ക് എല്ലാവരും സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചവനായ ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നു. ബാധിക്കപ്പെട്ട് ജനിച്ചു ഈ വിശുദ്ധ ആരാധനയെ സംബന്ധിക്കുന്ന എല്ലാവരോടുമുള്ള സ്നേഹവും സന്തോഷവും അറിയിച്ചോളട്ടെ. പ്രത്യേകിച്ച് അനുഗ്രഹിക്കപ്പെട്ട വളരെ ശുശ്രൂഷ നിർവഹിച്ച സാറിനോടുള്ള നന്ദി അറിയിച്ചോളട്ടെ. കഴിഞ്ഞ വർഷക്കാലം നമ്മോടൊപ്പം ശുശ്രൂഷയിൽ പങ്കുചേർന്ന സാറ് ഇന്ന് തന്റെ ഔദ്യോഗിക ശുശ്രൂഷ പൂർണ്ണമാകുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ വൈദിക മണ്ഡലത്തിനായിട്ടുള്ള ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ദേവാലയത്തിൽ കടന്നു വന്നത്. കഴിഞ്ഞ വർഷക്കാലം നമ്മോടൊപ്പം ശുശ്രൂഷയിൽ ആയിരുന്നു. നമ്മുടെ ഗായക സംഘത്തിന് ട്രെയിനിങ് കൊടുത്തു. അതുകൂടാതെ ചെങ്ങറ സഭയുടെ ശുശ്രൂഷയിൽ അദ്ദേഹം വളരെ ഭംഗിയായി നിർവഹിക്കുകയുണ്ടായി. സാധാരണ ക്രമീകരണം അനുസരിച്ച് ഏപ്രിൽ മാസം 30-ാം തീയതി കൊണ്ടാണ് ഇവരുടെ സേവനം പൂർണ്ണമാകുന്നത്. എന്നാൽ ഈ ഒരു സാഹചര്യത്തിൽ വൈദിക പഠനത്തിന് അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നത് കൽക്കട്ടയിലാണ്. കൽക്കട്ട സെമിനാരിയിൽ ഈ ഒരു സാഹചര്യത്തിൽ പഠനം അവിടെ ആരംഭിച്ചിട്ടില്ല. പഠനം ആരംഭിക്കുന്ന സമയത്ത് പഠനത്തിനായിട്ട് കടന്നു പോകുന്നതാണ്. ഈ ഒരു വർഷക്കാലം നിന്ന് ലഭിച്ച എല്ലാ സേവനങ്ങളെയും നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സഭയായിട്ടുള്ള യാത്രയും കാര്യങ്ങളും പുറകാലെ ക്രമീകരിക്കും. കാരണം ഈ ഒരു സാഹചര്യത്തിൽ നമുക്കത് ചെയ്യുവാൻ സാധിക്കുന്നതല്ല. അതുകൊണ്ടാണ് അങ്ങനെ ആ ഒരു ക്രമീകരണമായിരിക്കുന്നത്. പുതിയതായിട്ട് നമുക്ക് ഡയസിന്റെ ക്രമീകരണം അനുസരിച്ച് ശുശ്രൂഷയിൽ കടന്നു വന്നിരിക്കുന്നത് ചിക്കാർ സഭയിലെ വൈദികനായി കടന്നു വന്നിരിക്കുന്ന ജോൺ പുല്ലൻ അല്ലെങ്കിൽ റെഡി പുല്ലൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന് ചിക്കാർ സഭയുടെ കാര്യം കൂടാതെ നമ്മളുടെ ഉമ്രാമലിയുടെ അവശേഷൻസ് കൂടെ അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട്. അതനുസരിച്ച് ചെങ്ങറ സഭയുടെ ശുശ്രൂഷ അദ്ദേഹം നിർവഹിക്കുന്നതാണ്. നിങ്ങൾക്ക് ചിലർക്കൊക്കെ പരിചയം കാണും. ഒരു ഗാനനേതാവ് പാട്ട് ഇതൊക്കെ വളരെ ഒരു വ്യക്തിയാണ്. അതുപോലെ സെമിനാരി പഠനം കഴിഞ്ഞ് അച്ഛനാകുന്ന ഉടനെ തന്നെ പഠന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്ന വ്യക്തി കൂടിയാണ്. തുടർന്നുള്ള ശുശ്രൂഷകളിൽ അദ്ദേഹത്തിന്റെ സേവനം നമുക്ക് ലഭിക്കുന്നതാണ് എന്ന് ഓർമ്മിക്കുന്നു. കൂടാതെ പ്രസാദ് സാറ് മൈലപ്ര സഭയിൽ ശുശ്രൂഷകനായിരുന്നു. അദ്ദേഹം ധർമ്മസഭയിലേക്ക്, അതായത് ഇവിടുന്ന് ട്രാൻസ്ഫർ ആയിട്ട് കടന്നുകൂടി പകരം ആളുകൾ എത്തിയിട്ടില്ല. ഉടനെ തന്നെ എത്തും എന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മുടെ ക്രമീകരണം പ്രത്യേകിച്ചും ഈ ഒരു സാഹചര്യത്തിൽ ആരാധന ലൈവായി ചെറിയ രീതിയിൽ നടത്തപ്പെടുന്നത് കൊണ്ട് നമ്മളതിന്റെ ഭാഗമായി മുമ്പോട്ട് പോവുകയാണ്. ശുശ്രൂഷയുടെ എല്ലാവരെയും നന്ദിയോടെ ഓർക്കുന്നു. അവർ കടന്നു ചെല്ലുന്നിടങ്ങളിൽ ദൈവം ധാരാളമായിട്ട് അവരുടെ ശുശ്രൂഷയെ മാനിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള പഠനം ഏറ്റവും അനുഗ്രഹപ്രദമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ദൈവം ധാരാളമായിട്ട് എല്ലാവരെയും
പ്രാർത്ഥനയ്ക്കായിട്ടുള്ള സമയമാണ്. ഈ ഒരാഴ്ചക്കാലം ജന്മദിനം ആഘോഷിച്ച എല്ലാവരെയും വിവാഹവാർഷികം ആഘോഷിക്കുന്നവരെ നാം ഓർത്ത് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ 10ാം ക്ലാസ് പരീക്ഷയ്ക്ക് ഉന്നത വിജയം വരുത്തി നമ്മുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ ആഴ്ചയിൽ 12ാം ക്ലാസ് റിസൾട്ട് വരികയാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ പലരും റിസൾട്ടിനായിട്ട് കാത്തിരിക്കുന്നു. അവർ റിസൾട്ട് വരുമ്പോൾ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട റിസൾട്ട് ലഭിക്കാൻ ദൈവം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ പ്രാർത്ഥനകൾ ശുശ്രൂഷകൾ ദൈവനാമ മഹത്വത്തിനായി ദൈവം ഇടയാകണം. പ്രത്യേകിച്ച് ജന്മദിനം ആഘോഷിക്കുന്നവരെ വിവാഹവാർഷികം ആഘോഷിക്കുന്നവരെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനും പരിശുദ്ധനുമായ ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, ഞങ്ങളുടെ നാളുകളോട് പെരുകുന്നത് അവിടുത്തെ കൃപ മാത്രം മനസ്സിലാക്കി അങ്ങേക്ക് സ്തുതിസ്തോത്രം അർപ്പിക്കാൻ അവിടുത്തെ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എന്മനമേ യഹോവയെ വാഴ്ത്തുക, എന്റെ സർവാന്തരംഗവുമേ വിശുദ്ധനാമത്തെ വാഴ്ത്തുക. എന്മനമേ യഹോവയെ വാഴ്ത്തുക, എന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് ദൈവം ചെയ്ത സകല ഉപകാരങ്ങൾക്കും ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ദൈവത്തെ സ്തുതിപ്പാൻ ദൈവമേ അവൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ആഴ്ചയിൽ ജന്മദിനം ആഘോഷിച്ച എല്ലാ എൻ്റെ മക്കളെയും അവരുടെ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. ഒരു വർഷക്കാലം അവരുടെ ജീവിതത്തിൽ നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കായി സ്തോത്രം. പുതിയ വർഷം അനുഗ്രഹത്തിന്റെ വർഷമാക്കി തീർക്കണമേ. ആയുസ്സിന്റെ നാളിൽ ദൈവസ്നേഹത്തിന് കരുതലും കൃപയിലും തങ്ങളെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം ഭംഗിയായി നിറവേറ്റപ്പെടുവാൻ അവിടുന്ന് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിവാഹവാക്യം ആഘോഷിക്കുന്നവരോട് പ്രാർത്ഥിക്കുന്നു. ദൈവം മനുഷ്യലേഖനായിരിക്കും നന്നല്ല എന്ന് കണ്ട് അവന് തക്കതുടെ പ്രദാനം ചെയ്ത് കുടുംബമായി ലോകത്തിൽ ജീവിക്കുമ്പോൾ ദൈവം നൽകിയ പദവിക്കും കൃപയ്ക്കും അനുസരിച്ച് കുടുംബ ജീവിതത്തെ കെട്ടിപ്പണിയുവാൻ അവിടുന്ന് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, തലവണക്കിരിക്കുന്ന എല്ലാവരും ഓർക്കുന്നു. പ്രത്യേകിച്ച് അവരുടെ കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. അവർ കൊടുത്ത വിജയത്തിനായി സ്തോത്രം. 12ാം ക്ലാസ് റിസൾട്ടിനായി കാത്തിരിക്കുന്നവരോ ഉന്നത വിജയകരസ്ഥമാക്കുന്ന കുഞ്ഞുങ്ങളെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സകല കാര്യങ്ങൾ ഞങ്ങൾ അവിടെ സമർപ്പിക്കട്ടെ. അവിടെ ഞങ്ങളെ നിയന്ത്രിക്കുകയും പരിപാലിക്കുകയും വഴിനടത്തുകയും ചെയ്യണമെന്ന് വശിക്കാമുലയുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് ഒരുങ്ങാം. കർത്താവ് നിങ്ങളോടുകൂടി ഇരിക്കട്ടെ. കർത്താവേ, ഞങ്ങളോട് കണ്ടുണ്ടാകണമേ. കർത്താവേ, ഞങ്ങളോട് കണ്ടുണ്ടാകണമേ. സ്വർഗ്ഗസ്ഥനായ പിതാവേ, സഹവർത്തിത്വത്തിന്റെ ബുദ്ധനായ കൂടി വെളിപ്പെടുത്തിയ നിത്യ കർമ്മോകനായ ദൈവമേ, ഞങ്ങൾക്ക് ലഭ്യമായ വിഭവങ്ങളിൽ നിന്ന് ഞങ്ങളെ ഫലമേൽപ്പിച്ചിരിക്കുന്നതിനായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. നിന്നെ ഭയപ്പെട്ടു നിന്നോടുള്ള വിശ്വസ്തതയിൽ നിന്നും ഞങ്ങളെ ഫലമേൽപ്പിച്ചിരിക്കുന്ന വിഭവങ്ങളെ വിവേകപൂർവ്വം വിനിയോഗിക്കാൻ സഹായിക്കണമേ. കളങ്കിത ആദായത്തെ ഒതുക്കുവാനും നീ ഞങ്ങളുടെ മേൽ ചൊരിഞ്ഞ അപരിമേയ പ്രഭാതാനങ്ങളുടെ കാര്യവിചാരത്തിൽ ഉത്സാഹത്തോട് ധന്യമായ ഹൃദയവിശാലതയോടും പ്രവർത്തിക്കുവാനും നിന്നോട് പരിശുദ്ധാത്മാവോടും കൂടെ ഏകദൈവമായി കാലാവസാനം കൂടാതെ ജീവിച്ചു വാഴുവാൻ യേശുക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. സമാധാനത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, സകല വിശുദ്ധാഗ്രഹങ്ങളും സകല ആലോചനകളും സകല നീതിക്കുള്ള പ്രവർത്തികളും നിങ്ങളിൽ നിലവരുന്നത് നിന്റെ കൽപ്പനകൾ അനുസരിച്ച് നടപ്പാനായിട്ട് ഞങ്ങളുടെ ഹൃദയങ്ങൾ ഒരുങ്ങിയിരിക്കാനും ഞങ്ങൾ ഇതിനാൽ ശത്രുഭയം കൂടാതെ കാക്കപ്പെട്ട് ആശ്വാസത്തോടും ശാന്തതയോടും ഞങ്ങളുടെ കാര്യം കഴിക്കാനും ലോകത്തിന് തരുവാൻ കഴിയാത്ത സമാധാനം ഞങ്ങളുടെ രക്ഷിതാവായ യേശുക്രിസ്തുവിന്റെ യോഗ്യതകൾ മൂലം നിന്റെ അടിയാനായ ഞങ്ങൾക്ക് നൽകണമേ. ആമേൻ. കൃപയ്ക്കായി നമുക്ക് അപേക്ഷിക്കാം. സർവശക്തനായ കർത്താവേ, നിന്റെ മഹാശക്തിയുടെ സംരക്ഷണത്തോടെ ഞങ്ങൾ ഇവിടെ എന്തെങ്കിലും ശരീരത്തിൽ ആത്മാവിൽ പാലിക്കപ്പെടേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളെയും ശരീരങ്ങളെയും നിന്റെ പ്രമാണ വഴികളും നിന്റെ കൽപ്പനകൾ നടത്തി ശുദ്ധീകരിച്ച് പരിപാലിഷ്ടം തോന്നണമെന്ന് രക്ഷിതാവായ യേശുക്രിസ്തു ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. പ്രാർത്ഥനയ്ക്കായി ഒരുങ്ങാം. ഒരു നിമിഷം നമുക്ക് നമ്മെ തന്നെ ദൈവസന്നിധിയിൽ ഏകാഗ്രമാക്കാം. കഴിഞ്ഞ ആഴ്ചക്കാലം ദൈവം നമ്മെ പരിപാലിച്ചു. നാം ആയിരുന്ന സാഹചര്യങ്ങളിൽ, ആയിരുന്ന മേഖലകളിൽ
ദൈവത്തിന്റെ സാന്നിധ്യം, ദൈവത്തിന്റെ കൃപ കൂടെ ഇരുന്ന് കാത്തു പരിപാലിച്ചു വഴി നടത്തി നിലനിർത്തി ആ ദൈവിക കരുതലും ദൈവിക സംരക്ഷയിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളെ മുൻപോട്ട് കൊണ്ടുപോകുവാൻ ദൈവമേ അവിടുന്ന് ഞങ്ങളെ ഇടയാക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സഭയിലെ എല്ലാ കുടുംബങ്ങളെയും നമുക്ക് ദൈവസന്നിധിയിൽ ഓർക്കാം. പ്രായമായ ഭവനത്തിലായിരിക്കുന്നവർ, ഔദ്യോഗികാവശ്യമായ വിദൂരതയിൽ കടന്നുപോയിരിക്കുന്നവർ, പഠിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾ, ജോലി ചെയ്യുന്നവർ, കൊച്ചു കുഞ്ഞുങ്ങൾ, പലവിധമായ ആവശ്യങ്ങൾ, പലവിധമായ അവസ്ഥയിലിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഈ രോഗഭീതി നേരിടുന്ന കാലഘട്ടത്തിൽ ദൈവമേ ഓരോരുത്തരെ അവിടെ സൂക്ഷിക്കണമേ, പരിപാലിക്കണമേ നമ്മൾ ദൈവത്തോട് അപേക്ഷിക്കാം. നമ്മുടെ പ്രവർത്തന മേഖലകളിൽ, ജീവിത സാഹചര്യങ്ങളിൽ ദൈവത്തിന്റെ കൃപ ധാരാളം അനുഭവിച്ചുകൊണ്ട് ആയുസ്സിന്റെ നാളിൽ മുൻപോട്ട് പോകുവാൻ ദൈവമേ അവിടുന്ന് ഞങ്ങളെ ഇടയാക്കണമേ നമ്മൾ ദൈവത്തോട് അപേക്ഷിക്കാം. നമ്മുടെ ആവശ്യങ്ങളെയും നമ്മുടെ ആഗ്രഹങ്ങളെയും നമ്മുടെ താല്പര്യങ്ങളെയും നമുക്ക് ദൈവഭാഗം സമർപ്പിക്കാം. ദൈവം നമ്മുടെ സങ്കേതവും ബലവും കഷ്ടങ്ങളിൽ അവരെ ഏറ്റവും തുണയായി നമ്മോട് കൂടെയുള്ളപ്പോൾ ഈ സാഹചര്യങ്ങളെ അതിജീവിക്കുവാനുള്ള കൃപ ദൈവം ഉയർത്തുന്ന പ്രദാനം ചെയ്യണമെന്ന് നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. രോഗഭീതി നേരിടുന്ന രാജ്യങ്ങളെ ഓർക്കാം. പ്രത്യേകിച്ച് പ്രിയപ്പെട്ടവർക്ക് ഏർപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവുന്നു. വേർപാടിന് ദുഃഖത്തിലിരിക്കുന്ന കുടുംബാംഗങ്ങളെ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. പലവിധമായ അസ്വസ്ഥതകളാലും പലവിധമായ പ്രയാസങ്ങളാലും രോഗത്താലും കഷ്ടപ്പെടുന്നവരെ ഓർക്കാം. അവർക്കൊക്കെ പൂർണ്ണ സൗഖ്യ ദൈവം പ്രദാനം ചെയ്തു അതുകൊണ്ട് ആരോഗ്യത്തോട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ദൈവത്തെ സ്തുതിപ്പാൻ അവിടുന്ന് സഹായിക്കണമേ നമുക്ക് ദൈവത്തെ അപേക്ഷിക്കാം. മനോഹാരതയ്ക്ക് വേണ്ടി, മധ്യസ്ഥന് വേണ്ടി, സമൂഹത്തെയും സുവിശേഷ വേലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ മഹായുടെ അധ്യക്ഷന് വേണ്ടി തെരഞ്ഞെടുക്കുവാൻ തയ്യാറാകുന്ന ആളുകൾ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെടുന്ന നേതൃത്വത്തിലേക്ക് കടന്നു വരുവാൻ ദൈവത്വം അധികമായി ലഭിക്കേണ്ടതിന് നമ്മൾ ദൈവത്തോട് അപേക്ഷിക്കാം. നമ്മുടെ മിഷൻ പ്രദേശങ്ങളെ ഓർക്കാം. സുവിശേഷ വേലയിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. ആതുര ശുശ്രൂഷ മേഖലയിൽ പ്രവർത്തിക്കുന്നവരെ ഓർക്കാം. പ്രത്യേകിച്ച് ഈ രോഗഭീതി നേരിടുവാൻ ഗവൺമെന്റിൽ വിവിധ രീതിയിൽ പ്രവർത്തിക്കുന്ന എല്ലാ പ്രവർത്തകരെ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. അവരെ ദൈവം സംരക്ഷിക്കണമേ, പരിപാലിക്കണമേ, വഴി നടത്തണമേ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ ദേശത്തെയും നമ്മുടെ ചുറ്റുപാടുകളെയും നമ്മളായിരിക്കുന്ന സാഹചര്യങ്ങളെയും നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും എല്ലാ അവസ്ഥകളെയും നമുക്ക് ദൈവസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കാം. ദൈവം നൽകുന്ന എല്ലാവരും നമ്മുടെ ജീവിതത്തിൽ നിന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദൈവസന്നിധിയിൽ നല്ല കാര്യവിചാരകരായി ജീവിപ്പാൻ ദൈവം അവിടെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ താലന്തുകൾ ദൈവം നമ്മളെ ഏൽപ്പിക്കുമ്പോൾ, നമ്മുടെ കഴിവുകൾക്ക് നമ്മുടെ പ്രാപ്തിക്ക് അനുസരിച്ച് നൽകുമ്പോൾ കുറവുകൾക്കില്ലാതെ അത് സ്വീകരിക്കാനും അതിനെ യഥാവിധി യോഗ്യമാവണം വിനിയോഗം ചെയ്യുവാനും ദൈവമേ അവിടുന്ന് സഹായിക്കണമെന്ന് നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. ക്രിസ്തു വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിഞ്ഞ വർഷക്കാലം തന്റെ ദാസനിലൂടെ ഈ സഭയ്ക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കായിട്ട് സ്തോത്രം ചെയ്യാം. പ്രത്യേകിച്ച് പഠനത്തിനായിട്ട് കടന്നു പോകുന്നു. ദൈവത്തിന്റെ ധാരാളമായ കൃപ കൂടെയിരുന്ന് ഉന്നത വിജയം കരസ്ഥമാക്കി മടങ്ങി വരുന്നവരെയും ദൈവകൃപയിൽ സാന്നിധ്യം കൂടെയിരുന്ന് പരിപാലിക്കണമെന്ന് നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. നാമായിരിക്കുന്ന മേഖലകളിൽ ആയിരിക്കുന്ന സാഹചര്യങ്ങളിൽ ദൈവത്തിന്റെ വിശ്വസ്ത സാക്ഷികളായി നിലനിൽക്കുവാൻ ദൈവം അവിടുന്ന് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾ നമുക്ക് ദൈവസന്നിധിയിൽ ഓർക്കാം. നമ്മുടെ ഹൃദയത്തിലെ കാര്യങ്ങൾ, നമ്മുടെ ആവശ്യങ്ങൾ, നമ്മുടെ അവസ്ഥകൾ ദൈവമെല്ലാം അറിയുന്നു. ആരെങ്കിലും രോഗികളായിട്ടുണ്ടെങ്കിൽ ദൈവം അവരെ സൗഖ്യമാക്കണമെന്ന് പ്രാർത്ഥിക്കാം. തീർച്ചയായിട്ടും പ്രാർത്ഥിക്കാം. പരിപൂർണ്ണ സൗഖ്യം ദൈവം പ്രദാനം ചെയ്യും, പരിപാടികളെ അപേക്ഷിക്കാം. അതുപോലെ പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടതും പ്രാർത്ഥിക്കാൻ കടപ്പെട്ടതുമായ എല്ലാ വിഷയങ്ങളും നമുക്ക് ദൈവസന്നിധിയിൽ ഓർക്കാം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. വിദൂരതയിലായിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. അവരൊക്കെ ആയിരിക്കുന്നതെങ്കിൽ ദൈവത്തെ സൂക്ഷിക്കണമെന്ന് പരിപാലിക്കണമെന്ന്
ക്രിസ്തനായി കാത്തിരിക്കുന്ന കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കാം. ഉന്നത വിജയം കരസ്ഥമാക്കുവാൻ ദൈവമിടയാക്കണമെന്ന് പ്രാർത്ഥിക്കാം. വിജയിച്ച കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം ചെയ്യാം. നമ്മുടെ സ്ഥാപനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. കഴിഞ്ഞ 12 വർഷവും 100% വിജയം ലഭിക്കുവാൻ നമ്മുടെ സ്ഥാപനങ്ങളിലൂടെ ലഭിച്ച ദൈവകൃപയ്ക്കായി സ്തോത്രം ചെയ്യാം. പ്രഥമ അധ്യാപകരെയും പ്രിയപ്പെട്ടവരെയും ശുശ്രൂഷയിലായിരുന്ന എല്ലാവരുടെയും കുഞ്ഞുങ്ങളെയും പഠിപ്പിച്ച അധ്യാപകരെയും നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ സ്ഥാപനങ്ങളിലൂടെ ലഭിക്കുന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം ചെയ്യാം. മാതൃകാപരമായി ജീവിക്കുവാൻ, കുഞ്ഞുങ്ങളെ അഭ്യസിക്കുവാൻ ഒരധ്യാപകരെ ദൈവം ഉപയോഗിക്കണമെന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമുക്ക് ലഭിക്കുന്ന അവസരങ്ങൾ ദൈവനാമത്തിനായി ചെയ്യുവാൻ ദൈവത്തെ അവൻ ഇടയാക്കണമെന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദേവാലയത്തിലും ഭവനങ്ങളിലും ഇരുന്ന് ആരാധിക്കുന്ന എല്ലാ ദൈവങ്ങളെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് നമ്മെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. കർത്താവേ, പ്രാർത്ഥന കേൾക്കണമേ. പൊതുവിലുള്ള സ്തോത്രം ഈ സമയത്ത് സ്തോത്ര പ്രാർത്ഥനയെ ആഗ്രഹിക്കാം. സർവശക്തിയുള്ള ദൈവമേ, സകലരുടെ പിതാവേ, കൈവരുന്ന അടിയാരോടും സകല മനുഷ്യരോടും നിനക്കുള്ള സകലത്തിക്കാനും ആരാധിക്കാനും ഞങ്ങൾ നിനക്ക് മഹാവിജയപരമായി സ്തോത്രം ചെയ്യും. ഞങ്ങളെ സൃഷ്ടിച്ചിട്ട് പാലിക്കുന്ന ഈ ആഴ്ചകൾക്ക് വേണ്ടി എല്ലാവർക്കും ലോകത്തെ വീണ്ടെടുത്തിന് വേണ്ടി കൃപാവഴികൾക്ക് വേണ്ടിയും വ്യത്യാസത്തിന് വേണ്ടി ഞങ്ങളുടെ സ്തുതി ഞങ്ങളുടെ വേഗമായി ഞങ്ങളുടെ സ്തുതിയോടും നീതിയോടും നിന്റെ ഭാഗമാണ്. ഞങ്ങളുടെ അതിനെ കൊണ്ട് മാത്രമല്ല ഞങ്ങളുടെ സ്തുതിപ്പെടുത്തേണ്ടത് നിന്റെ സകലതായ ബോധമെന്ന് ഞങ്ങളുടെ ഞങ്ങൾ അപേക്ഷിച്ചു. അവരുടെ സൽമാനവും കാലാവസ്ഥാനപ്പെടാതെ സർവശക്തിയുള്ള ദൈവമേ, സമയത്തെ മനസ്സോടെകളുമായ അപേക്ഷകൾ കേൾക്കാൻ നേരിടുവാതിരിക്കുന്നു. രണ്ടോ മൂന്നോ പേരുടെ നാമത്തിനോട് അവരുടെ അപേക്ഷകൾ പ്രകാരം വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. ഇപ്പോൾ കർത്താവേ, അപേക്ഷകൾ കേട്ടുപാരമാണെത്തി ഇഹലോകത്തിൽ സത്യത്തിന്റെ പരിജ്ഞാനവും പരലോകത്തിൽ നിത്യവനെയും കഴിയണമേ. ആമേൻ. ക്രിസ്ത്യ ഗീതങ്ങളിൽ 204 ഗീതം പാടാൻ സ്വന്തം വഴിപാടുകൾ സമർപ്പിക്കാം. ഗീതം 204.
നാം സമർപ്പിച്ച വഴിപാടിനെ നാം തന്നെ ദിവസങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, സ്വന്തം പുത്രനായിരിക്കാതെ ഞങ്ങൾക്കെല്ലാം വേണ്ടി ഏൽപ്പിച്ചിരിക്കുകയും അവനോടുകൂടെ സകലവും ഞങ്ങൾക്ക് സൗജന്യമായി നൽകുകയും ചെയ്തിരിക്കുന്ന സ്വർഗ്ഗസ്ഥ പിതാവേ, ഞങ്ങൾ നിരൂപമായുള്ള സമർപ്പിക്കുന്ന ഈ വഴിപാടുകളെ കൈക്കൊള്ളണമേ. ഞങ്ങൾ ഞങ്ങളുടെ ദേഹം കൊണ്ട് നീക്കുന്ന ആത്മാവോടും നിന്നെ സത്യമായി സ്വാതന്ത്ര്യമായി സേവിക്കുകയും നിന്റെ സേവയിൽ ഞങ്ങളുടെ സന്തോഷാനന്ദം കണ്ടെത്തുകയും ചെയ്യേണ്ടതിന് ഈ നാളോടുകൂടെ ഞങ്ങളെ തന്നെ കേൾപ്പിച്ചെടുവാൻ മൂലം കൃപ ചെയ്യണമേ. ദൈവത്തിന്റെ കരുണയിൽ ഞങ്ങൾ നിങ്ങളെ പരമേൽപ്പിക്കുന്നു. പിതാവായ സർവശക്തനായ ദൈവത്തിന്റെ അനുഗ്രഹം നിങ്ങളുടെ ഉണ്ടായി എല്ലായ്പ്പോഴും നിങ്ങളോടുകൂടി ഇരിക്കട്ടെ. ഈ ശുശ്രൂഷയെ സംബന്ധിച്ച എല്ലാവരോടുമുള്ള സ്നേഹവും സന്തോഷവും അറിയിച്ചുകൊണ്ട് ഗവൺമെന്റിന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് എല്ലാവരും അംഗീകരിച്ചുകൊണ്ട് ജീവിക്കുവാൻ ശ്രമിക്കണമെന്ന് പ്രത്യേകിച്ച് ഓർപ്പിക്കുന്ന ലോകസഭ്യാപനം കൂടുന്ന ഈ സാഹചര്യങ്ങളിൽ നമ്മൾ തന്നെ സൂക്ഷിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ആരാധനയുടെ വിശദമായ വിവരങ്ങൾ കുറകാരെ അറിയിക്കുന്നതാണ്. താല്പര്യമുള്ളവർക്ക് ദേവാലയത്തിൽ കടന്നുവന്ന് ആരാധിക്കാവുന്നതാണ്. അവരുടെ ക്രമീകരണങ്ങൾ കുറകാരെ അറിയിക്കുന്നതാണ്. എല്ലാവരും പ്രാർത്ഥനയോടുകൂടി ആരാധനയെ സംബന്ധിക്കണമെന്ന് ഓർപ്പിക്കുന്നു. കടന്നു വന്ന എല്ലാവരോടും നന്ദി കൂടി അറിയിച്ചുകൊള്ളട്ടെ. കർത്താവ് നിങ്ങളോട് കൂടി ഇരിക്കട്ടെ. നമുക്ക് സമാധാനത്തോടെ